ഹലോ. ഇപ്പോൾ രാവിലെ കടയിൽ വന്നു കഴിഞ്ഞാൽ മടിയും പിടിച്ച് ജോലിയൊന്നും ചെയ്യാതെ റോഡിലോട്ട് നോക്കി വണ്ടി എണ്ണലാണ് കേട്ടോ എൻ്റെ പ്രധാന പരിപാടി. അങ്ങനെ വണ്ടികളെല്ലാം എണ്ണി എന്തായാലും വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊന്നൂസം പവിയും പോയപ്പോഴത്തേക്ക് സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞത് അവർക്ക് തിരിച്ചു വരുമ്പോൾ ഉഴുന്നുവടയും ചമ്മന്തിയും വേണമെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉഴുന്നുവട ഉണ്ടാക്കിയില്ലെങ്കിൽ ഉഴുന്നു കൊണ്ടുള്ള ഒരു വട ഉണ്ടാക്കണ്ടേ. ഉഴുന്ന് എന്തായാലും ഞാൻ കുതിർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാടായിരുന്നു അരച്ച് കിട്ടാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇല്ല കേട്ടോ, സവാളയും കുരുമുളകും ഉപ്പും കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ. എന്നാലേ കുറച്ച് ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും ഇത് മാവ് അരച്ച് വെച്ചിരുന്ന സമയത്ത് തന്നെ ഞാനൊരു മല്ലിയില ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് എടുത്ത് കേട്ടോ. അപ്പോൾ മാവ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ എണ്ണ ഇങ്ങനെ കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി പറയരുത്, അത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉഴുന്നുവട നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഷേപ്പിലൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല, കുറച്ചൊക്കെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉഴുന്നുവടയുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. മാവ് കാലിയാകും തോറും ഉണ്ടാക്കി വെച്ച പാത്രം കൂടി കാലിയായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും കൂടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കട്ടൻ ചായയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബൈ.